Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. പാട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സംസാരിച്ച അതേ ടോക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഡെവലപ്മെൻറ്റ് ഡിഫറൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. യു കെയിൽ പോയ കാര്യം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. യു കെയിൽ നമ്മൾ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ സഞ്ചരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം യു കെയിൽ പോയ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയത്തില്ല, ഫസ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ പോകുമ്പോഴത്തേക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനായിട്ട് തന്നെ. പക്ഷേ ആദ്യത്തെ 2 കൊല്ലം ഞങ്ങൾ ഒരിടവും ട്രാവൽ ചെയ്തില്ല. അതാണ് രസം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഈദ് ഹോളിഡേയ്സിന് പോകാനായിട്ട്, അന്ന് വിസ കിട്ടാൻ ഭയങ്കര എളുപ്പം കേട്ടോ യു കെയിലൊക്കെ പോകാനായിട്ട്. ഇന്നൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അപ്ലൈ ചെയ്യണം. 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ അന്ന് തന്നെ കൊടുത്ത് അന്ന് ട്രാവൽ ചെയ്യാനൊന്നും ആളില്ല. 2007 കാര്യം ഞാൻ പറയുന്നത്. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് വിസ അടിച്ച് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ ട്രസ്റ്റാണല്ലോ കാര്യം. അതായത് എവിടെയൊക്കെ ട്രാവൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിസ കിട്ടി, ഫാമിലിക്ക് വിസ കിട്ടി. അങ്ങനെ ഞങ്ങൾ യു കെയിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് യു കെയിൽ പോകുന്ന കാര്യം ചിന്തിച്ചപ്പം ശരിക്കും ഭയങ്കര ഒരു എംബറാസ്ഡ് ആയിരുന്നു ആക്ച്വലി. എങ്ങനെയായിരിക്കും കാര്യം നമ്മൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. യു കെയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ലണ്ടനിലെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും അവിടെ എത്തുന്നതെന്നുള്ളൊരു ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു. അങ്ങനെ ടു എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ 7 hours ആയിരുന്നു. എന്നിട്ട് യു കെയിൽ ലണ്ടനിലെത്തി, ഹീത്രൂവിൽ എത്തി, എയർപോർട്ടിലെത്തി, പുറത്തിറങ്ങി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വണ്ടടിക്കായിരുന്നു, ഞാൻ യു കെയിലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ പണ്ട് ഭരിച്ച് മുടിപ്പിച്ചവരുടെ രാജ്യത്താണല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുമായിരുന്നു. പക്ഷേ വളരെ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്കാരെക്കാളിലും നല്ലത് അവരാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വളരെ മാന്യമായിട്ടേ നമ്മളോട് പെരുമാറുള്ളൂ. ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ മോശമായിട്ടല്ല. അല്ലെ, അത് മാത്രമല്ല, നമ്മൾ ടൂറിസ്റ്റാണെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം ചെന്ന് ചോദിക്കുകയാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ഓൺലി 5 minutes വാക്ക്, 10 minutes വാക്ക്. ഈ 5 minutes വാക്ക്, 10 minutes വാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്ന് 20 minutes വാക്ക് ആവും. കാരണം എന്താ തന്നെ അവരെ സംബന്ധിച്ചുള്ള അവർ ഭയങ്കര ഫാസ്റ്റാണ് വാക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ എത്തുമ്പോഴേക്കും 20-40 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ വാക്ക് ചെയ്യുന്നതിൽ വളരെ സ്ലോ ആയിരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ 10 minutes വാക്ക് എന്ന് പറഞ്ഞാൽ ഡബിളായിട്ട് കൂട്ടണം, 20 minutes ആയിരിക്കണം. പിന്നെ 20 minutes വാക്ക് ജസ്റ്റ് 20 minutes വാക്ക് പറയുമ്പോൾ 40 minutes. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ബസ് കയറിയൊക്കെ പോയി. അപ്പം ഞാൻ ചെന്നെത്തിയപ്പോൾ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞാണ്. ചെന്നെത്തിയപ്പോഴാണ് രസം. ഇമിഗ്രേഷൻ ക്യൂവിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഒരുമിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ, അപ്പോൾ ഞങ്ങൾക്കറിയില്ല, കുറേ പേര് ഫാമിലിയിലുള്ളവർ തന്നെ കുറേ പേര് 2 ക്യൂ ഒക്കെ ആയിട്ട് 3 ക്യൂ ഒക്കെ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞങ്ങൾ ചെന്നെത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അപ്പോൾ നേരെ ചെന്നു. അപ്പോൾ ഉടനെ തന്നെ ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുന്നുണ്ട് യു ബോത്ത് ടുഗെദർ എന്ന് ചോദിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ അബുദാബിയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരുമിച്ചാണ്. ദൈവമേ, ഇവിടെ എത്തിയപ്പോൾ 2ആയിട്ട് ഇരിക്കണം, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഉടനെ യു ബോത്ത് ടുഗെദർ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യുവർ ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞേ. ഓ ഈസ് ഇറ്റ് യുവർ ഹസ്ബൻഡ് വൈഫ്, ഓക്കെ, ഡു യു ഹാവ് എനി ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് ദാറ്റ്. ഞങ്ങൾ ഞെട്ടി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. ഞാനൊന്ന് ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യും ദൈവമേ. അപ്പോൾ റിങ് ആണെങ്കിലും റിങ് കാണിക്കാന്ന് പറഞ്ഞാൽ 2 പേരുടെ കയ്യിലും ഓരോ പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പം എൻ്റെ പേര് പ്രിയ എന്നുള്ളത് എൻ്റെതിലും ഹസ്ബൻഡിൻ്റെ ഇതിൻ്റെ അകത്ത് ദർശൻ എന്നോ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പാസ്പോർട്ടിലാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊന്നും എൻഡോസ് ചെയ്തിട്ടുമില്ല. അപ്പം ആളുടെ പാസ്പോർട്ടിലും എൻഡോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ ടെക്നറാന്ന് പറഞ്ഞ് ചിന്തിച്ചു, ദൈവമേ ഞങ്ങളെങ്ങനെ പ്രൂവ് ചെയ്യുക ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവർ പറയുന്ന ഇമിഗ്രേഷൻ ഒരു ലേഡി ആയിരുന്നു അങ്ങനെ, ഇഫ് യു കനോട്ട് പ്രൂവ് ദിസ് യുൽ ബി ഔട്ട് നൗ ഇറ്റ് സെൽഫ്. അപ്പം ഞങ്ങളെ കടത്തി അകത്തോട്ട് വിടത്തില്ല എന്നവർ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ഹസ്ബൻഡ് വൈഫാണ് നമുക്കറിയാം. പക്ഷേ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമില്ല. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് ഫസ്റ്റ് ആളുടെ ഓക്കെ ഗിവ് മീ യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പാസ്പോർട്ട് എടുത്തു നോക്കി. ഓക്കെ മിസ്റ്റർ പ്രിയദർശൻ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കഷ്ടപ്പെട്ടൊക്കെ അവർ വായിച്ചു. അപ്പം ആൾ തിരുത്തി കൊടുത്തു പ്രിയദർശൻ എന്ന്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ഓക്കെ വരച്ച് യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ പാസ്പോർട്ട് ദൈവമേ ഇത് അകത്തോട്ട് പോവുമോ, ഇനി തിരിച്ച് ഞങ്ങൾ ഫ്ലൈ ചെയ്ത് അബുദാബിക്ക് പോവുമോ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ വന്നതാണ്. അപ്പോൾ ആൾ എടുത്തതിന് ശേഷം പറഞ്ഞേ മിസ് കൃഷ്ണ പ്രിയ, oh, you're welcome to UK.
യുവർ ഹസ്ബൻഡ് വൈഫ് വി വെൽക്കം യു ടു UK എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ രണ്ടും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞെട്ടി നിൽക്കുക. ഇത് എന്താ സംഭവം? ഇത് പെട്ടെന്ന് ഞങ്ങളുടെ പേര് വായിച്ചപ്പോൾ തന്നെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്? എന്തായാലും ശരി, ഞങ്ങൾ ആ ഒരു കോമ സ്റ്റേജിലായിരുന്നു ശരിക്കും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്ന് ഓക്കെ താങ്ക് യു മാം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്തു, ഞങ്ങളെ വെൽക്കം ചെയ്തു, ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്ത് ഉള്ളിലൊക്കെ കൊണ്ടുപോയി. അപ്പം ഞങ്ങളെ കടത്തിയപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ശ്വാസം പിടിച്ചങ്ങ് നടന്നു പോവുക. കാര്യം ഇതിൽ എവിടെയാണ് ദൈവമേ ഞങ്ങൾ ഹസ്ബൻഡ് വൈഫാന്ന് പ്രൂവ്ഡ് ആയത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രിയദർശൻ എന്നാണല്ലോ പറഞ്ഞത്. കുറച്ച് എൻ്റെ പേരെടുത്തപ്പോൾ കൃഷ്ണ പ്രിയ. ഈ പ്രിയ എന്ന് പറയുന്ന സാധനത്തിന് അവർ വിചാരിച്ചു ഹസ്ബൻഡ് നെയിം ആണ്, പക്ഷേ എൻ്റെ സ്വന്തം പേരാണ് ഇത് എന്നെനിക്കപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രിയ കാരണം ഞങ്ങളവിടെ രക്ഷപ്പെട്ടു. അപ്പോൾ രണ്ടുപേരുടെ പേരിലും ഒരേ നെയിം ഉള്ളത് കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് രക്ഷപ്പെട്ടു. അല്ലാതെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ എക്സിറ്റ് അടിച്ച് ഞങ്ങൾ അബുദാബി വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നെയിം ഒരേപോലത്തെ നെയിം കാരണം ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹസ്ബൻഡ് നെയിം അല്ലെങ്കിൽ വൈഫിൻ്റെ നെയിം ഇത് എൻഡോസ് ചെയ്യണം പാസ്പോർട്ടിൻ്റെ. അതായത് ദിസ് ഇസ് മൈ. കാര്യം നമ്മൾ ചിലപ്പോൾ മാരേജിന് മുമ്പേ ആയിരിക്കും പാസ്പോർട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നെയിമോ സ്പൗസ് നെയിമോ ഒന്നും കാണത്തില്ല. അപ്പോൾ സ്പൗസ് നെയിം ആഡ് ചെയ്യണം. ഒന്നിക്ക് മാരേജ് കഴിഞ്ഞ് സ്പൗസ് നെയിം ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു പേജിൽ അവർ ആഡ് ചെയ്ത് തരും ദിസ് ഇസ് യുവർ സ്പൗസ് നെയിം എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്തിട്ട് മാത്രമേ പുറത്ത് ട്രാവൽ ചെയ്യാൻ പോകാവൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പൊളിയെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഞങ്ങൾ UK ഇറങ്ങി. പിന്നെ ഫുൾ ഞങ്ങളൊരു 5-6 ഡേയ്സ് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് എല്ലാ പിന്നെ കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ചില വഴിയിലൂടെ നടക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ നടന്നപ്പോൾ നൈറ്റ് ഈ പറയുന്ന പോലെയല്ല, ആഫ്റ്റർ 9 ശേഷം നമ്മളെപ്പോലുള്ളവർക്ക്, അതായത് കുറച്ച് സദാചാരബോധവും സാമൂഹ്യ ബോധവും ഉള്ളവർക്ക് അവിടെ നടക്കാൻ പറ്റത്തില്ല. കള്ളു കുടിക്കുന്നവർക്കും മറ്റ് പരിപാടിയൊക്കെ ഉള്ളവർക്ക് രാത്രി എന്നല്ല 9 അല്ല 10 ആയാലും കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ വാക്ക്. അപ്പോൾ കാര്യം ഞാൻ 1-2 പ്രാവശ്യം ഈ പറയുന്ന ബോയ്സൊക്കെ നമ്മളെ വന്ന് പേടിപ്പിക്കും. ശരിക്കും ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ ഓടിയിട്ടുണ്ട്, ഹോട്ടൽ വരെ ഓടി നടക്കുകയല്ല ഓടി എത്തിയിട്ടുണ്ട്. കാര്യം നമ്മൾ ട്യൂബെന്നാണ് അവർ പറയുന്നത്, മെട്രോനെ അവിടെ ട്യൂബെന്നാണ് പറയുന്നത്. അപ്പം അവിടുത്തെ ട്യൂബിൽ ഇറങ്ങിയതിന് ശേഷം, കാര്യം നമ്മൾ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് വാക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5 മിനിറ്റ്സിൻ്റെ ഇടയിൽ രാത്രി 9 ശേഷമാണെങ്കിൽ വാസ് ടു ഡിഫിക്കൽട്ട് അന്നത്തെ സമയത്ത്. ഇന്ന് എനിക്കറിയില്ല, ഞാൻ 2012 വരെയൊക്കെ പോയിട്ടുള്ളൂ ട്രാവൽ. അതിന് ശേഷം ഞാൻ UK പോയിട്ടില്ല. അപ്പം 5 to 6 ട്രാവൽ ചെയ്തപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവിടെ. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നൈറ്റ് നല്ലപോലെ വെള്ളമൊക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ യൂഷ്വലി ഫാമിലി പീപ്പിളൊന്നും നൈറ്റ് അങ്ങനെ ഇറങ്ങത്തില്ല പുറത്ത് ആഫ്റ്റർ 9. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പിസോഡ് 18 ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ നിർവേദം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സോങ് ഉൾപ്പെടെ ഞാൻ പറയാം. ആ സെയിം സോങ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത രേവതിയുടെ ഡാൻസിലെ സെയിം സോങ് അത് തന്നെയാണ്. മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമായി. അപ്പോൾ ഈ വരികളിലെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഞാൻ ചോദിച്ചു നിർവേദം എന്താണെന്ന്. അപ്പോൾ മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ, നിർവേദം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ മീനിങ് വെറുപ്പ് എന്നാണ്. അപ്പോൾ മനസ്സിലൊരു വെറുപ്പുണ്ടായി, അത് മുഖരാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്തിൻ്റെ നിറമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗാന്ധാരത്തിന് സിന്ദൂരമായിരിക്കണം മീനിങ് എന്നുള്ള. അതായത് മനസ്സിൻ്റെ വെറുപ്പ്, മുഖത്ത് ആ നിറം വന്നു, അറിയാതെ ആ മുഖത്ത് വന്ന നിറം എന്താണ്? കുങ്കുമ നിറമാണ്. എന്നുവെച്ചാൽ കോപം കൊണ്ട് ചുവക്കുക നമ്മൾ പറയില്ലേ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വരികളുടെ മീനിങ്. മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമായി. അപ്പോൾ ചുവന്ന് തുടുത്ത് ഒരു, അവർക്ക് അത്രയും വെറുപ്പോടെയാണ് അവർ അത് ആ മുഖഭാവം അത് കാണിച്ചുകൊണ്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഏറ്റവും കട്ടിയുള്ള വേർഡ്സുള്ള വരികളാണ് ഞാൻ എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ പോയിട്ട് നിങ്ങൾ ആ പാട്ട് കേട്ട് നോക്കൂ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിർവേദത്തിൻ്റെ മീനിങ് വെറുപ്പാന്നുള്ളത് ആരും എനിക്ക് കമൻറ്റ് ബോക്സിലൊന്നും എഴുതി അയച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതിലെങ്കിൽ നിങ്ങൾ എഴുതി അയയ്ക്കുക. ഇനി വരുന്ന എപ്പിസോഡ്സിൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ മീനിങ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.